ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഹൈപ്പ് ഒക്കെ അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ നമ്മുടെ ശരണ്യനെ ഡോക്ടറാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ അതിനുള്ള എന്ത് സഹായം വേണമെങ്കിലും നമ്മുടെ ബാലചന്ദ്രൻ ചെയ്യാം. നമ്മുടെ കൊച്ചല്ലേ, അവള് ഒരു നല്ല നിലയിലെത്തുന്നത് നമുക്ക് നല്ലതല്ലേ, നമുക്ക് അഭിമാനിക്കാമല്ലോ അത് ഓർത്തിട്ട്. അതുകൊണ്ട് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീനെ നമ്മുടെ കുരിയച്ചനും മാമച്ചനും ഗ്രേസിയും ഒക്കെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ മാമച്ചനാണെങ്കിൽ റൂമിലേക്ക് വന്ന് കിടന്ന് ഭയങ്കര കൂർക്കമ്പലിച്ച് കിടന്ന് ഉറങ്ങുക. ഗ്രേസി വന്നപ്പോഴത്തേക്കും കൂർക്കമ്പലിയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കാം, ഭയങ്കര കൂർക്കമ്പലി. ഇപ്പൊ നിങ്ങളെ കാണിച്ചു തരാന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ രേവതി കുട്ടീനെ വിളിക്കാൻ പോയിട്ടോ. അങ്ങനെ രേവതിനെ വിളിച്ചോണ്ട് വന്ന് കാണിക്കുക. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒന്ന് കിടക്കത്തേ ഉള്ളെന്ന്. കണ്ടോടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രേവതി അങ്ങോട്ട് ചെന്നിട്ട് മാമച്ചനങ്കിളേ എന്നും പറഞ്ഞ ഒറ്റ വിളി. അപ്പോഴത്തേക്കും അയ്യോ എന്നെ വെടിവെക്കരുതേ, ഹാൻഡ്സപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മാമച്ചന്. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, ഉറക്കത്തിലും ഇത് വെറും പേടിത്തൊണ്ടനാണെന്ന് തോന്നുന്നു എന്റെ പൊന്നാൻറ്റി. അപ്പം മാമച്ചൻ പെട്ടെന്ന് എണീറ്റിട്ട് പറഞ്ഞു, എനിക്ക് അറ്റാക്ക് വന്നെങ്കിലോ, നിങ്ങൾ എന്തിനാ പെട്ടെന്ന് എന്നെ വന്ന് വിളിച്ച് നീ എന്നെ ഇങ്ങനെ പേടിപ്പിച്ചത്? മിക്കവാറും ഇത് ഒരു ഞെട്ടലാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ദേ ഇതൊക്കെ വെറും കള്ളമല്ലേ, കള്ളം. പിന്നെ ഒരു പട്ടാളക്കാരന്റെ പേരിന്റെ അത്ര ഒരു ഗുമ്മ് വരുന്നില്ലല്ലോ മാമച്ച, ഈ മാമച്ചന്റെ പേര്. അപ്പോഴത്തേക്കാണ് നമ്മുടെ മാമച്ചൻ പേടിയോ എനിക്കോ ഗുമ്മൊന്നും തോന്നത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എന്താ പറയാ മിലിറ്ററിയിലെ കഥയൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും എന്റെ പൊന്നു മാമച്ച വേണ്ട എന്ന് ഗ്രേസി പറഞ്ഞു. അപ്പൊ മാമച്ചൻ ചോദിച്ചു, പിന്നെ എന്തിനാ എന്നെ ഇപ്പൊ വിളിച്ചെണീപ്പിച്ചത്? അത് പിന്നെ ഈ ജ്യൂസ് അങ്ങോട്ട് കുടിക്കാൻ പറഞ്ഞു, പാവയ്ക്ക ജ്യൂസ് അങ്ങോട്ട് കൊടുത്തു നമ്മുടെ രേവതി. അത് കുടിച്ചതും എന്റെ പൊന്നു തൊണ്ടയിൽ അങ്ങോട്ട് ഇറങ്ങുന്നില്ല. നമ്മുടെ മാമച്ചൻ പറഞ്ഞു, എന്തിനാടി ഈ കയ്പ് നീര് എനിക്ക് കൊണ്ടു തന്നത്? അത് പിന്നെ നെല്ലിക്ക ക്യാൻസർ ആക്കി, ഇപ്പൊ ഉള്ളിപ്പാവയ്ക്ക. എന്റെ പൊന്നു ഗ്രേസമ്മ, ഈ പെണ്ണിന് ഭ്രാന്താണോ? അതെ, എനിക്ക് ഭ്രാന്തൊന്നുമില്ല. അപ്പോഴത്തേക്കും ഗ്രേസി പറഞ്ഞു, അവക്ക് ഭ്രാന്തൊന്നുമില്ല. അപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതി പറഞ്ഞത്, ആന്റിക്ക് കൊണ്ടിട്ട് ഒരു ഗ്ലാസ് എന്ന്. രേവതി കുട്ടി എനിക്കോ? രേവതി കുട്ടി തന്നെയാ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മര്യാദക്ക് തരുന്നതെല്ലാം കഴിച്ചോടാം. ആന്റി ഒരു മൈനർ അറ്റാക്കിന് വേണ്ടി നോക്കിയിരിക്കൊന്നും വേണ്ട, അതിനു മുമ്പ് എല്ലാം ക്ലിയർ ചെയ്യണം. അപ്പോഴത്തേക്ക് മാമച്ചൻ പറഞ്ഞു, അത് ശരിയാ, വളരെ ശരിയാ. അതുപോലെ തന്നെ എനിക്ക് ഇവിടെയും പറയാനുള്ളത്, ഈ ഫുഡ് കഴിപ്പ് കഴിഞ്ഞേ ഈ നേരെ ഈ കട്ടിൽ വന്ന് കിടക്കുന്ന പരിപാടി പറ്റത്തില്ല. 5 മിനിറ്റ് എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടെങ്കിലും നടന്നോണം, കേട്ടല്ലോ? മനസ്സിലായി മോളെ, മനസ്സിലായി. എന്നാ പിന്നെ ആ പാവയ്ക്ക ജ്യൂസ് കുടിച്ചിട്ട് അങ്ങോട്ട് എണീറ്റ്, പ്രത്യേക ഉത്തരവ് വേണം ഇനിയിപ്പൊ എണീക്കാന്. എണീക്കാം എന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ അങ്ങ് എണീക്കാം. വയറൊക്കെ ഇങ്ങനെ തള്ളി നിപ്പോണ്ട് നമ്മുടെ മാമച്ചന്റെ. അങ്ങനെ ഒരു വിധത്തിൽ ഇങ്ങനെ എണീറ്റപ്പോഴത്തേക്ക് ഫോൺ തട്ടിപ്പറിച്ചു നമ്മുടെ രേവതി. അപ്പൊ ചോദിച്ചു, ഇതെന്തിനാ എന്റെ ഫോൺ എടുക്കുന്നത്? ഇത് കയ്യിലുള്ളതാണ് ആങ്കിളിനെ മണ്ടിയനാക്കുന്നത്, അതുകൊണ്ട് വേണ്ട, ഇത് കൈ പിടിക്കണ്ട. അപ്പോഴത്തേക്കും ഗ്രേസമ്മ നീ ഇതൊന്നും കാണുന്നില്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആന്റിയുടെ ഫോൺ ഞാൻ നേരത്തെ മേടിച്ചു. ഗ്രേസമ്മ അതൊക്കെ നേരത്തെ കണ്ടതാ. ആ മുറ്റത്തിറങ്ങി 10 റൗണ്ട് നടന്നിട്ട് വാ, എന്നിട്ട് ഞാൻ ഫോണ് തരാം. എന്താണ് ഇത്, പട്ടാളത്തിൽ പോലും ഇത്രയും ചിട്ടയില്ലായിരുന്നല്ലോടി. പട്ടാളത്തിൽ ചിട്ടയില്ല, പക്ഷെ ഇവിടെ ചിട്ടയുണ്ട്. അപ്പൊ ഗ്രേസി പറഞ്ഞു, മാമച്ച അവള് പറഞ്ഞത് ശരിയാ, ആരോഗ്യം സർവ്വതിനാൽ പ്രധാനമെന്നല്ലേ, അതുകൊണ്ട് എണീറ്റ് പോയി ഒരു 10 റൗണ്ട് നടന്നിട്ട് വാ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിയും പറഞ്ഞു, എണീക്ക് പോയി 10 റൗണ്ട് നടന്നിട്ട് വന്നാ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മാമച്ചനെ അവിടെ എണീപ്പിച്ചു ഉന്തി തള്ളി കൊണ്ടുപോവാട്ടോ. ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബബിത കോളേജിലൊക്കെ പോയില്ലേ, ബബിത കോളേജിലൊക്കെ പോയിട്ട് തിരിച്ച് നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പൊ കുറെ ദിവസങ്ങൾക്ക് ശേഷമാണല്ലോ കോളേജിൽ പോയത്. അത് മാത്രല്ല, നമ്മുടെ ബബിതയുടെ ആ മാറ്റങ്ങളും അലീനയോടുള്ള സ്നേഹവും ഒക്കെ, അലീന ആരാ എന്താണെന്നൊക്കെ അറിഞ്ഞു തുടങ്ങിയ ദിവസങ്ങളാണ്. അങ്ങനെ കോളിംഗ് ബെല്ലൊക്കെ വന്ന് അടിച്ചു. അപ്പൊ നമ്മുടെ അലീന തന്നെയാണ് പോയി വാതിൽ തുറന്നു കൊടുക്കുന്നത്. അപ്പൊ അലീന വാതിൽ തുറന്നു കൊടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ അലീന ചോദിച്ചു, അല്ല മോളെ എന്തെങ്കിലും കുഴപ്പമുണ്ടായാലോ, സ്കൂളിലോ തിരിച്ചു വരുമ്പോഴോ എന്തെങ്കിലും കുഴപ്പമുണ്ടായെന്ന് ഞാൻ ചോദിച്ചത്. വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല, എന്നാലും ചിലരൊക്കെ കമന്റ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊന്നും നമ്മൾ വില കൊടുത്തെടുക്കണ്ട, കുറച്ചൊക്കെ വിട്ട് കളഞ്ഞേക്കണം. അങ്ങനെ ആകുമ്പോഴത്തേക്കും കുഴപ്പമില്ല. ഇത്രയും ദിവസം പോകാതിരുന്ന് മണ്ടത്തരമായി പോയില്ലേ? സാരമില്ലെന്നേ. അതെ, എനിക്ക് നല്ല വിശപ്പുണ്ട്, ഇവിടെ വല്ലതും ഉണ്ടോ?
ഏയ് ഇവിടെ ഒന്നുമില്ല, ഭയങ്കര ദാരിദ്ര്യമല്ലേ, നീ പോയി ഡ്രസ്സ് മേടിച്ചിട്ട് മാറ്റിയിട്ട് വാ. ഡ്രസ്സ് ഇപ്പൊ മാറുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ വരാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന കിച്ചണിലേക്ക് പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ വന്നിട്ട്, ആ നീ എന്താ താമസിച്ചത്? അത് പിന്നെ ബസ്സിലല്ലേ പോയത്? നാളെ മുതൽ സ്കൂട്ടറിൽ പോകാം. അല്ല, കോളേജിൽ നിന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചു അങ്ങനെ വല്ലതും ഉണ്ടായോ? ഏയ് എന്നെ ആരും വളഞ്ഞിട്ട് ആക്രമിച്ചൊന്നുമില്ല, അറ്റാക്ക് ചെയ്യാനും വന്നില്ല. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അലീനയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളവും അതുപോലെ സ്നാക്സ് ഒക്കെ കൊണ്ടു കൊടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ ബബ്ബി ചോദിച്ചു, ഇതിന്റെ വെള്ളം? ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളമാണ്, ഇത് ഒരു ഗ്ലാസ് കുടിക്കും, നല്ലതാ, ഇപ്പൊ ഞാൻ കോഫി കൊണ്ട് തരാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോയി. അതിൽ ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ അവിടെ വന്ന് ഇരുന്നു കേട്ടോ. ഇരുന്നിട്ട് നമ്മുടെ ബബിതയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുക, നീ ഹാപ്പിയാണോ, നീ ഹാപ്പി അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും, അതെന്താ അച്ഛൻ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, രോഹിയും ശരിയായി വരുന്നുണ്ട്, എല്ലാവരും നന്നാവുന്നത് കാണുമ്പോഴേ വലിയ സന്തോഷമാ. അല്ല, അമ്മ ശരിയായില്ലല്ലോ എന്ന് ബബിത. അപ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞത്, മോളിന്ന് തമ്പുരാൻ വന്നിട്ട് ഒരു കൈ നോക്കണം, ചിലപ്പോ പുള്ളിയും തോറ്റു പോകും. അല്ല, ഞാൻ അമ്മയുടെ സ്വഭാവമാണോ അച്ഛ? അച്ഛന്റെ അമ്മയുടെ സ്വഭാവം അല്ലാതെ അയലത്തുകാരുടെ സ്വഭാവം കിട്ടുമോ മക്കൾക്ക്? മോളെ, കുറച്ച് പോസിറ്റീവ്സും കുറച്ച് നെഗറ്റീവ്സും ഒക്കെ എല്ലാവരുടെ സ്വഭാവത്തിലും ഉണ്ടാകും, അതങ്ങനെ ഉള്ളതാ. ചിന്താശേഷി, വിവേക ബുദ്ധി എന്നൊക്കെ ഇല്ലേ, അതൊക്കെയാണ് നെഗറ്റീവ്സിനെ ഉണർത്തിക്കളയുക. ഈ കൃഷിത്തോട്ടത്തിലെ കള വരാറില്ലേ, അതുപോലെയൊക്കെ തന്നെ. പിന്നെ ഉണ്ടല്ലോ, നമുക്ക് വേറെ ഒന്നും ഇപ്പൊ നോക്കണ്ട. പോസിറ്റീവിന് കുറച്ച് അങ്ങ് മാറ്റി നിർത്തിയിട്ട്, നെഗറ്റീവിനെ കുറച്ച് അങ്ങ് മാറ്റി നിർത്തിയിട്ട് പോസിറ്റീവിന് പ്രോത്സാഹനം കൊടുക്കുക. അല്ല അച്ഛാ, എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? അതാ ഞാൻ ചോദിച്ചത്, ഈ മനസ്സിലാകുന്ന ഭാഷയെ പറയാം. അതെ, നീ നല്ല കുട്ടിയായില്ലേ, നിനക്ക് നല്ല മാറ്റമുണ്ട്. അപ്പൊ അലീന വന്നു. അലീന പറഞ്ഞു, ദേ അച്ഛന് ചായ, ബബിതയ്ക്ക് കോഫി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേർക്കും ചായയും കോഫിയൊക്കെ കൊടുക്കാം. അങ്ങനെ അവരെ കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൃഷ്ണമോളാണ് ഭയങ്കര ഉറക്കമാണ് കേട്ടോ. ഇങ്ങനെ ഉറങ്ങി തൂങ്ങിപ്പോകാറായി. അപ്പോഴത്തേക്കാണ് നമ്മുടെ ബബിത വരുന്നത്. ബബിത വരുമ്പോഴത്തേക്കും കൃഷ്ണമോൾ ഭയങ്കര ഉറക്കം. അപ്പൊ നമ്മുടെ ബബിത എന്ത് ചെയ്തു? കള്ളി കിടന്നുറങ്ങുകയാണല്ലേടി എന്ന് പറഞ്ഞിട്ട് പതുക്കെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് രാജകുമാരി ഭയങ്കര ഉറക്കമാണെന്ന് തോന്നല്ലോ. അപ്പോഴത്തേക്കും ഉറങ്ങി തീർക്കാനുണ്ട് കുറെ, അതുകൊണ്ടാ. എനിക്കിടി എന്തിനടി കിടന്നുറങ്ങുന്നത്? പിന്നെ എനിക്ക് ഉറങ്ങണ്ടേ? അതെ, കോളേജിൽ പോയിട്ട് എന്താ പറഞ്ഞത്, എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? കോളേജിൽ പോയിട്ട് എന്തേലും പ്രശ്നം ഉണ്ടാക്കാനോ കമന്റ് അടിക്കാനോ ആരെങ്കിലും വന്നോന്നാ ബബ്ബേച്ചി ചോദിച്ചത്? ഒരു പ്രശ്നമില്ലാന്നൊന്നും പറയാൻ പറ്റത്തില്ല, പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അലീന ചേച്ചി ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചത്ര സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അലീന ചേച്ചിയോ? ഇതൊക്കെ എന്ന് മുതലാ ഈ അലീന ചേച്ചി? അങ്ങനെയല്ലേ വിളിക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ കഴുത്തിന് മേലെ തല വെക്കുമോ നമ്മുടെ പുന്നാരി അച്ഛൻ. ഞാനിത് പറഞ്ഞു കൊടുക്കും. എന്റെ അച്ഛനെ കളിയാകുന്നോ എന്ന് കൃഷ്ണമോള്. അപ്പം ബബിത പറഞ്ഞു, എനിക്കിപ്പം നിനക്കിപ്പം എന്നെ പാര വെക്കണോ അതോ കോളേജിൽ നടന്ന സംഭവങ്ങളൊക്കെ അറിയണോ? അതെ, വണ്ടി മുഴുവനും മനുവേട്ടന്റെ മോട്ടിവേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ വൈജ വന്നു കേട്ടോ. വൈജ ദേഷ്യത്തോട് കൂടിയാട്ട വരുന്നു. ഇതുപോലെ ഒരു തള്ള ഇപ്പൊ ഞാൻ മുഖം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാ ചവിട്ട് കൊടുക്കാൻ തോന്നും. ഭയങ്കര ദേഷ്യത്തോട് കൂടിയ വരുന്നത്. അമ്മ എന്ത് പറ്റി, റൂമിന്ന് പുറത്തിറങ്ങിയ വെള്ളം വേണമായിരുന്നോ? അപ്പോഴത്തേക്ക് വൈജു പറഞ്ഞു, ഇത് നല്ല കൂത്ത്, ഞാൻ എന്ത് ചെയ്താലും അത് നിന്നെ ബോധിപ്പിക്കണോ? അത് കൊള്ളാമല്ലോ കൃഷ്ണേ. ആഹാ, അല്ല നീ കോളേജിലൊക്കെ പോയി തുടങ്ങിയോ? എന്നിട്ട് എന്താ എന്നോട് പറഞ്ഞില്ല നീ കോളേജിൽ പോയതൊന്നും? ഇതൊക്കെ എപ്പം മുതൽ തുടങ്ങി കോളേജിൽ പോക്കും കാര്യങ്ങളൊക്കെ? എന്താ പറ്റിയത്? അത് പിന്നെ ഞാന് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു അമ്മേ. പെട്ടെന്ന് എന്ത് പറ്റി തീരുമാനമൊക്കെ എടുക്കാനായിട്ട്? ഇത്ര പെട്ടെന്ന് തീരുമാനങ്ങളൊക്കെ എടുക്കണമായിരുന്നോ? അത് പിന്നെ അച്ഛനും അലീന ചേച്ചിയും കൂടെ ചേർന്ന് വെറുതെ ഒരു വർഷം കളയണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓർത്തു, വെറുതെ എന്തിനാ ഒരു വർഷം കളയുന്നതെന്ന്. ആ നശിച്ച് അവളെ ഉപദേശം കേട്ടിട്ടാണോ നീ കോളേജിൽ പോയത്? നിനക്ക് എന്നോടൊന്ന് ചോദിക്കായിരുന്നില്ലേ? ആഹാ, വെറും നാണക്കേടായി പോയല്ലോ. ഇതിപ്പോ നാണക്കേടുണ്ടോ? ഒരു വേലക്കാരിയുടെ വാക്കം കേട്ടിട്ട് അവള് കോളേജിൽ പോയേക്കുന്നു. അല്ല, ഇപ്പൊ അമ്മയുടെ പ്രശ്നം എന്താ? ഞാൻ കോളേജിൽ പോയതാണോ? ഇപ്പൊ അതാണോ ഒരു പുതിയ പ്രശ്നം ഉണ്ടാക്കാൻ കണ്ടുവച്ചേക്കുന്ന സാധനം? അമ്മയാണല്ലോ ഇപ്പൊ മക്കളുടെ പ്രശ്നത്തിനൊക്കെ കാരണം. നീ കോളേജിൽ പോക്കി നിർത്തിയിടും ഈ അമ്മയെ കാരണമാണോടി? എനിക്കതറിയണം. എന്റെ മക്കളും അച്ഛനെ പോലെ തന്നെ അന്തസ്സും അഭിമാനവും ഇല്ലാത്തവരായി പോയല്ലോ. അവരുടെ വാക്കും കേട്ട് കോളേജ് വിട്ടിട്ട് എഴുന്നള്ളി വന്നിരിക്കുന്നു. ഇതിനേക്കാൾ നിന്നെ ഒരു വർഷം അങ്ങോട്ട് ഉപേക്ഷിക്കുന്നതായിരുന്നല്ലോ നല്ലത്. ഇതിന്റെ സ്വഭാവം അമ്മേ. അമ്മയുടെ വാശിക്ക് വേണ്ടി ബബിതേച്ചിയുടെ ഒരു വർഷം പാഴാക്കി കളയണോ? ഇത് വൃത്തികെട്ട സ്വഭാവമാ.
ഇതേ എന്റെ വാശി തന്നെയാണെന്ന് നീ അങ്ങ് വിചാരിച്ചോ. എന്റെ മക്കൾ ഒരു കാര്യത്തിനും വേണ്ടി അവളുടെ അലീന എന്ന് പറയുന്നത് ഈ കുടുംബത്തിനെ നശിപ്പിക്കാൻ എത്തിയവളെ ആശ്രയി നശിപ്പിക്കാൻ വേണ്ടി എത്തിയവളെ ആശ്രയിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. എന്റെ മക്കള് അവളുടെ മുമ്പിൽ താഴുന്നതും തോക്കുന്നതും ഞാൻ സഹിക്കില്ല, എനിക്കത് ഇഷ്ടമല്ല. അപ്പൊ ബബിത പറഞ്ഞു, അല്ല അപ്പൊ അമ്മ ഇപ്പം ആരുണ്ടാക്കി തരുന്ന ഭക്ഷണമാണ് കഴിക്കുന്നത്? ഈ ചോദ്യത്തിന് മുന്നിൽ നമ്മുടെ വൈജ തോറ്റുപോയി. കൃഷ്ണമോളും ചോദിച്ചു, അല്ല ഈ പറയുന്ന അലീന ചേച്ചി ഉണ്ടാക്കുന്ന ഭക്ഷണമല്ലേ ബബിതേച്ചി എന്റെ അമ്മയ്ക്ക് കൊണ്ട് തരുന്നതെന്ന്. ഇത് കേട്ടതും ബബിതയല്ല വൈജ അങ്ങോട്ട് തിരിഞ്ഞില്ലേ. എനിക്കിനി അവളുടെ എച്ചിൽ വേണ്ട, എനിക്ക് അവളുണ്ടാക്കിയ മാത്രമേ ഇറങ്ങത്തുള്ളെന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം? എനിക്കിനി അവളുണ്ടാക്കുന്ന ഒന്നും ഈ വീട്ടിൽ നിന്ന് വേണ്ട. വൈജയന്തി അങ്ങനെ ആരുടെ മുമ്പിൽ തോക്കത്തില്ല, തോറ്റു കൊടുത്തിട്ടുമില്ല. അപ്പം ബബിത പറഞ്ഞു, എന്തിനാ അമ്മ ആവശ്യമില്ലാത്ത വാശി? എന്റെ വാശി ആവശ്യമുള്ളതാണോ അല്ലയോ എന്ന് ഇപ്പൊ നിങ്ങക്ക് മനസ്സിലാകത്തില്ല, പതിയെ മനസ്സിലാവും. അത് മനസ്സിലാക്കണമെങ്കിലേ ഞാൻ കടന്നു പോകുന്ന സാഹചര്യത്തിൽ നീയൊക്കെ നിക്കണം, അപ്പം മനസ്സിലാകും. അതാദ്യം അമ്മയ്ക്ക് മനസ്സിലാക്കണം ആരോടാ യുദ്ധം ചെയ്യുന്നത് എന്ന്. ദേ കൃഷ്ണേ, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കുരുങ്ങുനാന്ന് പിറുപിറുക്കരുതെന്ന്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വാ തുറന്ന് പറയണം. സമയമാകുമ്പോ പറഞ്ഞോളാം. ഒന്നുമില്ല, എന്ത് പറയാനാ. അപ്പൊ നമ്മുടെ ബബിത പറഞ്ഞു, ഇതിപ്പോ ഞാൻ കോളേജിൽ പോണോ വേണ്ടയോ? ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്റെയൊക്കെ സൗകര്യം പോലെ അങ്ങോട്ട് ചെയ്യ. അല്ലെങ്കിലേ ഇവിടെ ഉണ്ടല്ലോ ചോദിക്കാൻ ആൾക്കാര്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവളല്ലേ, അവളോട് പോയി അങ്ങ് ചോദിക്ക്. നാണമില്ലാത്തതൊക്കെ എന്റെ വയറ്റിൽ തന്നെ വന്ന് വീണല്ലോ എന്ന് പറഞ്ഞു ഞൊണ്ടി 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 അങ്ങ് പോയെ. അപ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണമോള് ബബിതയോട്, നീ അമ്മ തന്നെയല്ലേ എന്നോട് പുറവുറുക്കരുതേ എന്ന് പറഞ്ഞത്, എന്നിട്ട് അമ്മയല്ലേ ഇപ്പൊ പുറവുറുത്തോണ്ട് പോയതെന്ന്. ഏതായാലും കൊള്ളാം. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മാമച്ചനെ തന്നെ വീണ്ടും കാണിക്കാം. മാമച്ചനാണെങ്കിൽ കൈയും കറക്കി കാലൊക്കെ കറക്കി എങ്ങനെയും ഒക്കെ നടക്കാൻ ഇങ്ങനെ തുടങ്ങുകയാണ്. നടക്കണമെന്നൊന്നുമില്ല, മടി പിടിച്ചിങ്ങനെ ഈ ഗ്രൗണ്ട് അല്ല, ഈ മുറ്റം മുഴുവൻ 10 റൗണ്ട് നടക്കണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യാൻ, ഈ വലിയ മുറ്റത്ത് ഞാൻ എങ്ങനെ 10 റൗണ്ട് നടക്കുന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി വിചാരിച്ച് മുറ്റമൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ്, കൈയൊക്കെ ആട്ടി. ഏതായാലും എന്നിട്ട് പതുക്കെ അകത്തേക്ക് കയറി പോകണോ പുറത്തേക്ക് പോകണോ? അകത്തേക്ക് പോകാൻ നോക്കിയപ്പോഴത്തേക്ക് രേവതി അവിടെ ഉണ്ടല്ലോ, പോകാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. എന്നാ പിന്നെ എന്ത് ചെയ്യാൻ, നടന്നേക്കാന്ന് പറഞ്ഞു അതൊക്കെ പിടിച്ച് ഇറങ്ങി വന്ന് നടക്കാൻ തുടങ്ങുക. അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേസി വന്ന് നോക്കിയപ്പോഴത്തേക്ക് മാമച്ചനെ കാണുന്നില്ല. മാമച്ചൻ നടക്കുന്നില്ല കേട്ടോ, ഇല്ലെന്നല്ല, മാമച്ചനെ കാണുന്നില്ല. ഇങ്ങനെ ഇത് എവിടെ പോയി എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ മാമച്ചൻ എന്ത് ചെയ്യാം, അവിടുത്തെ വരാന്തയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അങ്ങനെ തിരിഞ്ഞു നോക്കിയതും ദേ നമ്മുടെ മാമച്ചന്, നിങ്ങൾ എന്താ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് പുറകെ വന്ന് നിൽക്കുന്നത്? ഞാനൊരു മനുഷ്യനെ പേടിച്ചിട്ടാ ഈ നടക്കുന്നത്. എന്റെ പൊന്നു ഗ്രേസമ്മേ, അതിർത്തി കിടന്ന കാലത്ത് പോലും ഞാൻ ഇങ്ങനെ പേടിച്ച് ജീവിച്ചിട്ടില്ല. അതെ, ഒളിച്ചും പാത്തും ഒക്കെ തിന്നു കൂട്ടിയപ്പോ ഓർക്കണമായിരുന്നു. ആയിക്കോട്ടെ, നിങ്ങളൊക്കെ ഇപ്പൊ ഒരു സൈഡായല്ലോ. ഞാൻ ഈ സൈഡ് കളിക്കൊന്നുമില്ല എന്റെ പൊന്നു മാമച്ചായ, എനിക്ക് സൈഡ് കളിക്കാൻ പറ്റത്തുമില്ല. അല്ല, അവൾ ഈ മുറ്റത്തൂടെ 10 റൗണ്ട് നടക്കാനല്ലേ പറഞ്ഞത്? ഇത് ഭയങ്കര കള്ളത്തരമായി പോയി. അയ്യോ വിണ്ടല്, നീ ഒന്ന് പതുക്കെ പറ എന്റെ പൊന്നു ഗ്രേസമ്മ. അയ്യോ ആ പെണ്ണ് കേൾക്കും. ദേ എന്റെ പൊന്നു പെണ്ണ്, അയ്യോ എനിക്കാണെങ്കിൽ വയ്യ ഈ വെയിലത്തൂടെ കിടന്ന് നടക്കാനായിട്ട്. അവള് കാണണ്ട. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി അകത്തുനിന്ന്, എന്താ ഞാൻ കാണണ്ടാത്ത കാര്യം എന്നിങ്ങനെ ചോദിക്കാം. അപ്പോഴത്തേക്കും ഒരു എക്സസൈസ് ചെയ്യുന്നത് പോലെ നമ്മുടെ ഗ്രേസമ്മയുടെ തോളെ പിടിച്ച് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എക്സസൈസ് ചെയ്യാം. അപ്പൊ നമ്മുടെ രേവതി വന്നിട്ട്, ഇവിടെ എന്താ ഞാൻ കാണാൻ പാടില്ലാത്ത കാര്യം? എന്താ അങ്കിളെ, എന്ത് പറ്റിയത്? എന്താ ഇവിടെ ഭയങ്കര എക്സസൈസ് ഒക്കെ ആണല്ലോ. അതെ, ഞാന് നടക്കാനല്ലേ പറഞ്ഞത്, പിന്നെന്താ നടന്നു കഴിഞ്ഞു ഇത്ര പെട്ടെന്ന്? അത് പിന്നെ അതാ ഞാൻ ഗ്രേസ് അമ്മയോട് പറഞ്ഞത്, ഞാൻ നടക്കാൻ ഇറങ്ങിയതാണെന്നേ. അപ്പൊ ഇവള് പറയുക ഈ വെയിലത്ത് നടക്കാൻ ഇറങ്ങണ്ടാന്ന്. അപ്പോഴത്തേക്കും ഗ്രേസ്, മാമച്ചായ അല്ല ഗ്രേസ് അമ്മേ, എന്നെ നിർബന്ധിക്കല്ലേ. ഇവള് പറയും നമ്മൾ കേൾക്കണ്ടേ രേവതിക്കുട്ടി, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയല്ലേ, അപ്പൊ ഇവള് പറയും നമ്മൾ കേൾക്കണ്ടേ. ഞാന് നടക്കും രേവതിക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് കുറെ എക്സസൈസ് കാലും കൈയൊക്കെ ഇട്ട് കാണിക്കട്ടെ. അപ്പൊ രേവതി, അത് ശരിയാട്ടോ, ആദ്യം പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഈ വെയിലത്ത് ഇറങ്ങി നടക്കുന്നത് ഒട്ടും ശരിയാകത്തില്ല മാവച്ച. ഞാൻ ഇപ്പോഴും അതങ്ങ് ഓർത്തത്. അതുകൊണ്ട് അങ്കിൾ പുറകുവശത്ത് എന്നിട്ട് നമ്മുടെ പറമ്പിൽ കൂടെ ഒരു 10 റൗണ്ട് നടക്കാം, അവിടെ വെയിലില്ലല്ലോ. അതാണെങ്കിലേ ആ ജോസൂട്ടി ഒന്ന് സഹായിക്കും. പുള്ളി കുറെ നേരമായി വാഴയ്ക്ക് തടവെടുക്കുന്നു. ജോസൂട്ടിനെ കൂടെ ചെന്നൊന്ന് സഹായിക്കും. രണ്ടുപേരും പരസ്പരം ഒന്ന് സഹായിക്കും. എന്താ, എന്നാ പിന്നെ ചെല്ല്. അതെന്താ എന്റെ ഫോണ് നിന്റെ കയ്യിലിരിക്കുന്നത്? അത് ഞാൻ മറന്നു. കുറെ നേരമായിട്ട് ഇത് അവിടെ ഇരുന്ന് ബെല്ലടിക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ മാമച്ചൻ ഇത് തന്നേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ മേടിച്ചു കേട്ടോ. അപ്പൊ വേറെ ആരുമല്ല, നമ്മുടെ ടോണിയാട്ടോ വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ മാമച്ചൻ പറഞ്ഞു, ഞാൻ ടോണിയാ,
നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടോ? ഓ ഓ ടോണി 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 ഞാൻ ഓർക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് സ്പീക്കർ ഇട്ടു. എന്നിട്ട് പറഞ്ഞു ടോണീനെ ഞാനിങ്ങനെ മറക്കും. അപ്പൊ രേവതിയും കേൾക്കുന്നുണ്ട്, നമ്മുടെ ഗ്രേസിയും കേൾക്കുന്നുണ്ട്. അങ്ങനെ ടോണി പറഞ്ഞു, അന്ന് ഞാൻ ഇച്ചിരി മുഷിഞ്ഞ് വർത്താനം പറഞ്ഞത് അന്ന് ഓവറുമായി. നിങ്ങൾക്ക് അതൊന്നും ഒരു കുഴപ്പവുമില്ല. ഞങ്ങൾ കുറച്ചു നേരം സംസാരിക്കാൻ വന്നതല്ലായിരുന്നോ? അല്ല പിന്നെ നിങ്ങളുടെ വിളി വരവൊന്നും കണ്ടില്ല. ഞാൻ ഓർത്തു നിങ്ങള് തേടി വന്ന അത്രയും നിങ്ങൾക്ക് കിട്ടിയെന്ന്. അത് പിന്നെ എന്റെ പൊന്നു വച്ചേ, എനിക്ക് ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതാ പിന്നെ ഞങ്ങള് അങ്ങോട്ടേക്ക് വരാത്തതും ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാത്തതും ഒക്കെ. അതുകൊണ്ടാണല്ലേ. അല്ല ടോണി ഇപ്പൊ നാട്ടിലുണ്ടോ? എന്ത് പറ്റി വിളിക്കാൻ കാര്യം? അത് പിന്നെ എനിക്ക് നിങ്ങളെ ഒന്ന് കണ്ട് സംസാരിച്ചാൽ കൊള്ളാന്നുണ്ട്, അതുകൊണ്ടാ ഞാൻ വിളിച്ചത്. അപ്പം ഗ്രേസി ഇതെന്ത് പറ്റി? അപ്പോഴത്തേക്ക് മാമച്ചൻ പറഞ്ഞു മിണ്ടാതിരിക്കുക. അതിനിപ്പോ എന്താ, കാണാലോ എന്ന് നമ്മുടെ മാമച്ചൻ പറഞ്ഞു. എന്നിട്ട് മാമച്ചൻ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടേ ലോങ് ഡ്രൈവ് പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് വരാമെന്ന് ടോണി പറഞ്ഞു. എനിക്ക് ലൊക്കേഷൻ അയച്ചു തരാൻ പറഞ്ഞു. എന്നാ പിന്നെ ഞാൻ ലൊക്കേഷൻ അയക്കാം. അല്ല ഈ നമ്പറിൽ തന്നെയാണോ വാട്സപ്പ് ഉള്ളത്? ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ടെന്ന് തോന്നുന്നു, ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ചോദിച്ചു, അല്ല ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ടോ രേവതി? ഉണ്ട്. അപ്പോഴത്തേക്ക് മാമച്ചൻ പറഞ്ഞു, ഉണ്ട്, ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. അതെ, എനിക്കൊരു ഹായ് ഇട്ടരെ, ഞാൻ അപ്പോഴത്തേക്ക് ലൊക്കേഷൻ അയക്കാം. എന്നാ പിന്നെ ഞാൻ ഹായ് ഇടാം. എന്നാ പിന്നെ ഓക്കെ ടോണി, നേരി കാണാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അപ്പൊ ടോണിയുടെ ഉദ്ദേശം എന്താണെന്ന് അറിയത്തില്ല. ഏതായാലും നമ്മുടെ മാമച്ചന്റെയും ഗ്രേസിയുടെയും കൊച്ചുമകളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമോ എന്ന് അറിയത്തില്ല കേട്ടോ. ഈ സമയത്ത് നമ്മുടെ രേവതി ഫോൺ എടുത്തിട്ട് ഇങ്ങനെ വാട്സപ്പ് ഒക്കെ കാണിച്ചു കൊടുക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗ്രേസി ചോദിച്ചാൽ, ഇവളാണോ നിങ്ങളുടെ വാട്സപ്പ് നടത്തിപ്പുകാരി? എന്റെ പൊന്നി ഗ്രേസമ്മേ, ഞാനിപ്പോ ഇത് ഉപയോഗിക്കുന്ന അവളുടെ പെർമിഷനോട് കൂടിയല്ലേ. അതെ അതെ, ഈ ഫോണും പിടിച്ച് ഫുൾ ടൈം കട്ടിലിൽ കിടപ്പല്ലേ. എന്റെ പൊന്നു സമ്മതിക്കണം. അല്ല ഇതാണോ ഇപ്പൊ ഇവിടുത്തെ അടിയന്തര പ്രശ്നം ആണോ? അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രേസി ഇങ്ങനെ നോക്കിട്ടോ, നമ്മുടെ ഗ്രേസി ഇങ്ങനെ മാമച്ചനെ നോക്കിട്ടോ. അങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞു, അല്ല എന്തിനായിരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നത് അവര്? അങ്കിള് പറ, എനിക്കറിയാൻ പാടില്ല, നിനക്കറിയാൻ പാടുണ്ടോ? എങ്കിൽ നീ പറ, ഇതിനിപ്പം എന്താ ആലോചിക്കാനിരിക്കുന്നു? വരുമ്പോ ചോദിച്ച പോലെ, അല്ലാതെ പിന്നെയെന്ന് പറഞ്ഞുകൊണ്ട് അകത്ത് കയറി പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മാമച്ചന്റെ ഫോണും കൊണ്ട് അങ്ങ് പോയി. അപ്പോഴത്തേക്കും മാമച്ചന്റെ പോയി എന്റെ ഫോണും പോയി. എല്ലാം പോയി. അല്ല മാമച്ചായ, നമ്മൾ വെള്ളം കുടിക്കുമല്ലേ? ഇങ്ങനെ പോയ വെള്ളം കുടിക്കും. അയ്യോ, ഞാനൊന്ന് പറമ്പിൽ പോയിട്ട് വരാട്ടോ, അല്ലെങ്കിൽ ഞാൻ ചിലപ്പം ഒരു 3-4 ലിറ്റർ വെള്ളം കുടിക്കേണ്ടി വരും. ഏതായാലും ഗ്രേസി ഇങ്ങനെ കൈയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പക്ഷെ ഇവർക്ക് ഇത് ഭയങ്കര എൻജോയ്മെന്റ് ആണ്. ഇതൊക്കെ എൻജോയ്മെന്റ് തന്നെയാണ് ഇവർ കാണുന്നത്. എന്നാൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൈതക്കൽ വീടാണ്. അപ്പം കോളിംഗ് ബെൽ അടിക്കുന്നു. അത് കേട്ടിട്ട് ചെന്ന് നമ്മുടെ കമല വാതിൽ തുറക്കുന്നു. അപ്പം മനു ആണ് കേട്ടോ. അപ്പം മനു അകത്തേക്ക് കയറി വന്നു. വന്നിട്ട് അച്ഛൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അത് പിന്നെ ഊണ് കഴിഞ്ഞിട്ട് മയങ്ങാന്നും പറഞ്ഞ് പോയത്, ഇപ്പൊ എണീറ്റ് കാണുന്നു പറഞ്ഞു. അപ്പം അല്ല നീ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ? അത് പിന്നെ ബബിത കോളേജിൽ പോയി, ബാലചന്ദ്രനങ്ങളിനെ കണ്ടു, ഞങ്ങൾ പോയി ശരണേനെ കണ്ടു, അലീനെ വീട്ടിൽ വിട്ടു, ഞങ്ങൾ ഇങ്ങ് പോന്നു. നിന്നോട് ഇവിടെ നിന്ന് അച്ഛൻ ഇവിടുന്ന് പോയപ്പോ ഒരു കാര്യം ആവശ്യപ്പെട്ടില്ലായിരുന്നോ? അതെന്തായെന്നാ ചോദിച്ചത്. അതെന്തായി അത് പറ. അലീനെ എടുത്ത് സംസാരിക്കുന്ന കാര്യം. അച്ഛൻ ഉറക്കല്ലേ, എണീക്കട്ടെ. അത് ആകുമ്പം ഒറ്റത്തവണ പറഞ്ഞാൽ മതിയല്ലോ, ഇപ്പൊ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ പൊന്നു മനു, നീ ഇവിടെ വന്നേ, നീ ഇവിടെ ഇരുന്നേന്ന് പറഞ്ഞ് കൈ പിടിച്ചിട്ട് അവിടെ ഇരുത്താൻ പറഞ്ഞു. ഞാൻ ഇപ്പൊ ശിവേട്ടനെ വിളിച്ചോണ്ട് വരാം, നീ പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനുവിനെ അവിടെ അങ്ങോട്ട് പിടിച്ച് നിർത്തി കേട്ടോ. എന്നാലും ഒരു ഗ്ലാസ് വെള്ളമൊക്കെ നമ്മുടെ മനു എടുത്ത് കുടിച്ചു. അങ്ങനെ നമ്മുടെ ശിവൻ വന്നു. ശിവൻ വന്നതിന് ശേഷം കമല ചോദിച്ചു, അല്ല അലീനോട് സംസാരിച്ചോ? ശരണ്യനെ കാണാൻ പോയപ്പം ഹരിയുടെ കാര്യം പറഞ്ഞോ? അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശിവൻ ചോദിച്ചു, അല്ല നിങ്ങള് ശരണ്യനെ കാണാൻ പോയോ? അച്ഛന് ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യം. ഞങ്ങൾ ആ കാര്യത്തിന് വേണ്ടി ഒന്നും അല്ല ശരണ്യനെ കാണാൻ പോയത്. പിന്നെ ഏത് കാര്യത്തിന് വേണ്ടിയാ? അത് ഏത് കാര്യത്തിനാണെന്ന് ചോദിച്ചാല്, ഞാന് അലീനെ കാണാൻ ചെന്നപ്പോ അവിടെ ഷാജി എന്ന് പറയുന്ന ഒരാള് വന്നു. അയാളാണ് കോളനിക്കാരുടെ കയ്യിൽ നിന്ന് അവളെ രക്ഷിച്ചത്. അയാള് ശരണ്യയുടെ കാര്യം പറഞ്ഞപ്പോ കാണാൻ പോയതാ. അപ്പൊ ഹരിയുടെ കാര്യമോ? അപ്പോഴത്തേക്കും നമ്മുടെ മോനും ഒരു നോട്ടം നോക്കിട്ടോ കമലേനെ. അപ്പം ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ബാക്കി വിശേഷം നമുക്ക് നാളെ കാണാം, അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടത്തെ പ്രമോയില് കേൾക്കാട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.